1990 ആഗസ്റ്റ് 16 ബസ് ചാർജ് വർധനവിനെതിരെ കൊൽക്കത്തയിലെ ഹസ്ര ക്രോസിംഗിൽ ഒരു റാലി നടക്കുകയാണ്. വെളുത്ത സാരിയെടുത്ത ഒരു 35-കാരിയായ യൂത്ത് കോൺഗ്രസ് നേതാവാണ് റാലി നയിക്കുന്നത്. അവരുടെ പിന്നിൽ വിദ്യാർത്ഥികളും തൊഴിലാളികളും അടക്കം ഒരു കൂട്ടമാണ്. അതിനിടെയാണ് ചിലർ ആ ജാഥയിലേക്ക് ഇടിച്ചു കയറിയത്. CPM-ന്റെ യുവജന പ്രസ്ഥാന പ്രവർത്തകരായിരുന്നു അവർ. ഉന്തും തള്ളും നടക്കുന്നതിനിടെ ലാലു ആലം എന്ന പ്രവർത്തകൻ കട്ടിയുള്ള വടികൊണ്ട് ആ യുവതിയുടെ തലയിൽ ആഞ്ഞടിച്ചു. ചുറ്റുപാടുമുണ്ടായിരുന്നവർ ചിതറിയോടി. ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങൾക്കിടയിലും ആ അടിയുടെ ശബ്ദം പലരും കേട്ടു. നിലത്തേക്ക് വീഴുന്നതിനിടെ അതാ വീണ്ടും ഒരടി. അവരുടെ തലയോട്ടിയിൽ പൊട്ടലുണ്ടായി. മുഖത്തിലൂടെ രക്തമൊഴുകി. വെളുത്ത കോട്ടൺ സാരിയുടെ നിറം കടും ചുവപ്പായി. ആഴത്തിലുള്ള മുറിവിലും അമിതമായ രക്തസ്രാവത്തിനുമിടയിൽ 1 മാസത്തെ ആശുപത്രിവാസത്തിലൂടെ അവർ ജീവൻ തിരിച്ചുപിടിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു തീപ്പൊരി വനിതാ നേതാവിന്റെ ഉദയമായിരുന്നു. പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെച്ച മമതാ ബാനർജി. കൂടുവിട്ട് കൂടുമാറിയും തീവ്ര നിലപാടെടുത്തും ഒരു സമയത്ത് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ ഗതി തന്നെ നിശ്ചയിച്ച അതേ മമതാ ബാനർജി. ചരിത്രത്തിലെ ചുടുചുവപ്പൻ പശ്ചിമ ബംഗാളായിരുന്നു ജ്യോതി ബസുവിന്റെ ബംഗാൾ. തലയിൽ ബാൻഡേജ് കെട്ടി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട മമതയെ CPIM നാടകറാണിയെന്ന് വിശേഷിപ്പിച്ചു. അവർക്കെന്റെ തല തകർക്കാൻ കഴിയും, എൻ്റെ അസ്ഥികൾ തകർക്കാൻ കഴിയും, പക്ഷെ എൻ്റെ ആത്മാവിനെ തകർക്കാൻ കഴിയില്ല. അന്നു പറഞ്ഞ ആ വാക്കുകൾ ഇന്നും പിന്തുടരുന്നു മമത. കോൺഗ്രസിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി പിന്നീട് NDAയിലേക്കും പിന്നെ താനായി തുടങ്ങിയ തൃണമൂൽ കോൺഗ്രസിലും എത്തി നിൽക്കുന്ന മമതയുടെ രാഷ്ട്രീയ ജീവിതം ഇന്നൊരു ദശാസന്ധിയിലാണ്. 34 വർഷത്തെ ഇടതുഭരണത്തെ തടയിട്ട് 15 വർഷം പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി തുടർന്ന മമത ഇന്ന് സ്വന്തം രൂപം കൊടുത്ത പാർട്ടിയിൽ പോലും തിരിച്ചടി നേരിടുകയാണ്. തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ നിയമസഭയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ 80 MLA-മാരിൽ 64 പേർ പാർട്ടി വിട്ടു. പുതിയ വിഭാഗം രൂപീകരിച്ചു. ലോക്സഭയിലുള്ള 28 MP-മാരിൽ 20 പേരും മറുപക്ഷത്തേക്ക് ചാടി. നാഷണൽ സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയുമായി ലയിക്കാൻ അനുമതി തേടിയിരിക്കുകയാണ് ഇവരെല്ലാം. പാർട്ടിയുടെ ഔദ്യോഗിക പേരിന്റെയും തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിന്റെയും പേരിലും പിടിവലി നടക്കുന്നുണ്ട്. പാർട്ടിയുടെ പാരമ്പര്യം നിയമപരമായി തങ്ങൾക്കാണെന്ന് തെളിയിക്കാനാണ് വിമതരുടെ ശ്രമം. ഭരണം കൈവിട്ട മമതയ്ക്ക് ജന്മം കൊടുത്ത പാർട്ടി കൂടി നഷ്ടപ്പെടുമോ എന്ന സാഹചര്യമാണ്. കൊൽക്കത്തയിലെ ഒരു സാധാരണ ബംഗാളി ഹിന്ദു ബ്രാഹ്മണ കുടുംബത്തിൽ 1955 ജനുവരി 5-നാണ് മമത ജനിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പ്രോമിലേശ്വർ ബാനർജിയുടെയും ഗായത്രി ദേവിയുടെയും മകൻ. ചരിത്രത്തിലും വിദ്യാഭ്യാസത്തിലും നിയമത്തിലും ബിരുദവും ഇസ്ലാമിക ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയ മമത ഭുവനേശ്വറിലെ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജിയിൽ നിന്നും കൽക്കത്ത സർവകലാശാലയിൽ നിന്നും ഓണററി ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്. 1970-കളിൽ വിദ്യാർത്ഥിയായിരിക്കെ കോൺഗ്രസ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഛത്ര പരിഷത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് പ്രവേശിച്ചത്. അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാരിനെയും അടിയന്തരാവസ്ഥയെയും മമത ശക്തമായി പിന്തുണച്ചിരുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധം അഴിച്ചുവിട്ട ജയപ്രകാശ് നാരായൺ 1975-ൽ കൊൽക്കത്ത സന്ദർശിച്ചപ്പോൾ മമതാ ബാനർജിയും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം തടഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ മമത കാറിന്റെ ബോണറ്റിൽ കയറി നൃത്തം ചെയ്തു. അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. മമത എന്ന പേരിന് വലിയ ശ്രദ്ധയും കിട്ടി തുടങ്ങി. 1976 മുതൽ 1980 വരെ പശ്ചിമ ബംഗാളിലെ മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി. 1984-ൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി. എന്നാൽ മമതയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ ടേണിംഗ് പോയിന്റുകളിൽ ഒന്ന് 1984-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാദവ്പൂരിൽ നിന്നും നേടിയ തിരഞ്ഞെടുപ്പ് വിജയമാണ്. സോമനാഥ് ചാറ്റർജി എന്ന CPIM-ലെ അധികായനെയാണ് 29-കാരിയായ മമതാ ബാനർജി തോൽപ്പിച്ചു കളഞ്ഞത്. രാഷ്ട്രീയത്തിൽ ഗോഡ്ഫാദറോ പാരമ്പര്യമോ ഇല്ലാത്ത മമത ബംഗാളിലെ ഉന്നതരോട് അവരുടെ സമയം കഴിഞ്ഞുവെന്ന് ആണയിട്ട് പറഞ്ഞു. പക്ഷേ 1989-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ CPIM-ന്റെ മാലിനി ഭട്ടാചാര്യയോട് പരാജയപ്പെട്ടെങ്കിലും അവിടം കൊണ്ടും മമത തളർന്നു. കേന്ദ്ര സർക്കാരിനെതിരെ പൊതുജന പ്രക്ഷോഭം സംഘടിപ്പിച്ച കേന്ദ്രമന്ത്രി എന്ന വിശേഷണത്തിനുടമയാണ് മമതാ ബാനർജി. 1991-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ കൊൽക്കത്ത സൗത്ത് നിയോജക മണ്ഡലത്തിൽ നിന്നും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ബാനർജി കേന്ദ്ര സഹമന്ത്രിയായി. PV നരസിംഹറാവു മന്ത്രിസഭയിലെ മാനവ വിഭവശേഷി വികസനം, യുവജനകാര്യം, കായികം, വനിതാ ശിശു വികസനം എന്നീ വകുപ്പുകളുടെ ചുമതല.
പക്ഷേ രാജ്യത്തെ കായിക മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അവർക്ക് കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. തന്റെ നിർദ്ദേശങ്ങളോട് കേന്ദ്ര സർക്കാർ കാണിച്ച നിസ്സംഗതിയിൽ നിരാശയായ അവർ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. രാജ്യഭീഷണി മുഴക്കി. അതിന്റെ ഫലമായാവണം 1993 അവർക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു. പശ്ചിമ ബംഗാളിലെ സെക്രട്ടേറിയറ്റ് മന്ദിരമായ റൈറ്റേഴ്സ് ബിൽഡിംഗ് മമത എന്ന നേതാവിന്റെ പോരാട്ട വീര്യത്തിനും നിശ്ചയദാർഢ്യത്തിനും സാക്ഷിയായ ഇടം. അതും ഒരിക്കലല്ല, പലവട്ടം. 1993 ജനുവരി 7. അന്ന് കേന്ദ്ര സഹമന്ത്രിയായിരുന്ന മമതാ ബാനർജി ഒരു കലാപകാരിയായ സെക്രട്ടേറിയറ്റിലേക്ക് ഇരച്ചുകയറി. ഒപ്പം ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. CPM പ്രവർത്തകനാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് ഗർഭിണിയായ കേൾവിയും സംസാരശേഷിയും ഇല്ലാതിരുന്ന ഒരു പെൺകുട്ടി. അന്നത്തെ മുഖ്യമന്ത്രി ജ്യോതി ബസുവിനെ കാണണമെന്നായിരുന്നു മമതയുടെ ആവശ്യം. എന്നാൽ മുഖ്യമന്ത്രി മമതയെ കാണാൻ തയ്യാറാവാതെ പിൻവാതിലിലൂടെ പുറത്തേക്ക് പോയി. ഇതോടെ അദ്ദേഹത്തിന്റെ ചേംബറിന് മുന്നിൽ മമത 3 മണിക്കൂർ കുത്തിയിരിപ്പ് സമരം തുടങ്ങി. അതിന്റെ പ്രതികരണം ക്രൂരമായിരുന്നു. ഉപരോധം നീക്കാൻ വൻ പോലീസ് സംഘമെത്തി. മമതയെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് ജയിൽ വാനിലേക്കും പിന്നീട് ലാൽ ബസാർ ലോക്കപ്പിലേക്കും കൊണ്ടുപോയി. തന്നെ വലിച്ചിഴയ്ക്കുന്നതിനിടെ അവർ ഒരു പ്രതിജ്ഞയെടുത്തു. CPIM-നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം മാത്രമേ ഞാൻ ഈ കെട്ടിടത്തിലേക്ക് മടങ്ങുകയുള്ളൂ. 18 വർഷമെടുത്തെങ്കിലും അവർ ആ പ്രതിജ്ഞ നിറവേറ്റി. 34 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള മമതയുടെ യാത്ര പശ്ചിമ ബംഗാൾ ചരിത്രത്തിലെ രക്തപങ്കിലമായ ഒരേടുകൂടി. 93 ജൂലൈ 21. അന്ന് സംസ്ഥാനത്ത് ഭരണത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാർ തെരഞ്ഞെടുപ്പുകളിൽ ശാസ്ത്രീയമായ ക്രമക്കേടുകൾ നടത്തുന്നുവെന്ന് മമത ആരോപിച്ചു. ഇത് തടയാൻ വോട്ടർമാർക്ക് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ നിർബന്ധമാക്കണമെന്ന് മമത ആവശ്യപ്പെട്ടു. മമതയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റൈറ്റേഴ്സ് ബിൽഡിംഗിലേക്ക് മാർച്ച് നടത്തി. റൈറ്റേഴ്സ് ചലോ അഭിയാൻ. 10,000-കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് സെക്രട്ടേറിയറ്റിന് ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള എസ്പ്ലനേഡ് എത്തിയപ്പോൾ പോലീസ് അവരെ തടഞ്ഞു. പിന്നെ അത് വലിയ സംഘർഷമായി. കൊൽക്കത്ത നഗരം യുദ്ധക്കളമായി. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് നടത്തിയ വെടിവയ്പിൽ 13 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. 100-കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. മമതയ്ക്കും പരിക്കുപറ്റി. അന്നു മുതൽ ജൂലൈ 21 രക്തസാക്ഷി ദിനമായി ആചരിക്കാൻ തുടങ്ങി. റൈറ്റേഴ്സ് ബിൽഡിംഗിലേക്കുള്ള വഴി തന്നെ പിന്തുണച്ചവരുടെ രക്തം കൊണ്ട് നിർമ്മിച്ചതാണെന്ന് മമതയും തൃണമൂലും ഓർമ്മിപ്പിച്ചു. പശ്ചിമ ബംഗാൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന സോമേന്ദ്രനാഥ് മിത്രയുമായി മമതയ്ക്ക് കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. അന്നത്തെ ഭരണകക്ഷിയായ CPIM-നോട് കോൺഗ്രസ് നേതൃത്വം മൃദു സമീപനം സ്വീകരിക്കുന്നു. കോൺഗ്രസ് CPIM-ന്റെ B ടീമായി പ്രവർത്തിക്കുന്നു. ഈ ആരോപണങ്ങളാണ് മമത ഉന്നയിച്ചത്. CPIM-നെതിരെ കൂടുതൽ ശക്തമായ പോരാട്ടം വേണമെന്ന മമതയുടെ നിലപാട് നേതൃത്വം തള്ളിക്കളഞ്ഞതോടെയാണ് 1997 മമത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിടുന്നത്. അങ്ങനെ തൊട്ടടുത്ത വർഷം മുകുൾ റോയിയുമായി ചേർന്ന് മമത ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചു. തൃണമൂൽ എന്ന പേരിന്റെ അർത്ഥം ജനകീയ എന്നാണ്. കർഷകരെ, തൊഴിലാളികളെ, ഇടത്തരം ജനങ്ങളെ ഏകീകരിക്കുന്ന ഒരു നേരിട്ടുള്ള ഇടതുപക്ഷ വിരുദ്ധ വേദി എന്ന രീതിയിലാണ് TMCക്ക് ജന്മം നൽകുന്നത്. പ്രവർത്തനങ്ങളുടെ മമത ജനക്കൂട്ടത്തെ ചേർത്ത് നിർത്തിയപ്പോൾ മുകുൾ റോയ് പാർട്ടിയുടെ പ്രധാന സംഘടനാ ശില്പിയായി പ്രവർത്തിച്ചു. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായ പ്രതിപക്ഷ പാർട്ടിയായി TMC സ്വയം മാറി. 98-ലെയും 99-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുമായി TMC സഖ്യമുണ്ടാക്കി. ഈ കൂട്ടുകെട്ട് 2 കൂട്ടർക്കും ഗുണമായി. BJPക്ക് സംസ്ഥാനത്ത് ആദ്യ പാർലമെന്റ് സീറ്റും കിട്ടി. TMCക്ക് ദേശീയ തലത്തിൽ പ്രാതിനിധ്യവും കിട്ടി. തൃണമൂലിന് വലിയ തിരിച്ചടി സമ്മാനിച്ച് പശ്ചിമ ബംഗാളിൽ NDA അധികാരത്തിലേറിയ സമയത്താണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ചുവന്നിരുന്ന ബംഗാളിനെ കാവ്യ പുതപ്പിച്ചത് മമതയാണെന്ന ആരോപണത്തിന്റെ വേരുകൾ ഇവിടെയാണ്. എന്തായാലും 1999-ൽ പുതിയ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ മമത റെയിൽവേ മന്ത്രിയായി ചുമതലയേറ്റു. 2000-ൽ ആദ്യ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചു. 19 പുതിയ ട്രെയിനുകൾ കൊണ്ടുവന്നു. പശ്ചിമ ബംഗാളിനുള്ള നിരവധി വാഗ്ദാനങ്ങൾ നിറവേറ്റി. അധികകാലം മമത NDAയുമായി ഒരുമിച്ച് പോയില്ല. 2001-ൽ സർക്കാരിൽ നിന്ന് രാജിവെച്ച് മമത NDA സഖ്യത്തിൽ നിന്ന് TMCയെ പിൻവലിച്ചു. അതിന് കാരണമായത് തെഹൽക്ക വാർത്താ പോർട്ടൽ നടത്തിയ ഓപ്പറേഷൻ വെസ്റ്റൻഡ് എന്ന സ്റ്റിംഗ് ഓപ്പറേഷൻ. വ്യാജ ആയുധ ഇടപാടുകാരിൽ നിന്ന് പ്രതിരോധ കരാറുകൾ കിട്ടാൻ ഉന്നത രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടു. അതൊരു രാഷ്ട്രീയ ഭൂകമ്പമായി. BJP അധ്യക്ഷൻ ബംഗാരു ലക്ഷ്മൺ
സമതാ പാർട്ടി അധ്യക്ഷ ജയ ജെയ്റ്റ്ലി, പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസ് തുടങ്ങി കുറേ NDA നേതാക്കൾ രാജിവെക്കേണ്ടി വന്നു. ഭരണം സുതാര്യമാകാൻ ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കാൻ മമതയും പറഞ്ഞെങ്കിലും NDA നേതൃത്വം തയ്യാറായില്ല. ഈ നിലപാടും സമീപനവും കാരണമായിരുന്നു മമതയുടെ രാജിയും പാർട്ടിയുടെ പിന്മാറ്റവും. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായാണ് TMC സഖ്യമുണ്ടാക്കിയത്. ആ സഖ്യവും വിജയം കണ്ടു. 60 സീറ്റുകൾ നേടി പശ്ചിമ ബംഗാളിൽ പാർട്ടിയെ പ്രധാന പ്രതിപക്ഷമാക്കി. പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യം പിളർന്നു. അതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് പേടിച്ച് വീണ്ടും BJPയുമായി കൂട്ടുകൂടി. ദേശീയ തലത്തിൽ സഖ്യം മുതൽക്കൂട്ടാവുമെന്നായിരുന്നു പ്രതീക്ഷ. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് 2003 സെപ്റ്റംബറിൽ മമത ഔദ്യോഗികമായി വാജ്പേയി NDA സർക്കാരിലേക്ക് തിരിച്ചെത്തി. തുടക്കത്തിൽ വകുപ്പില്ലാ ക്യാബിനറ്റ് മന്ത്രിയായി. 2004 തുടക്കത്തോടെ കൽക്കരി ഖനന വകുപ്പുകൾ ലഭിച്ചു. 2004 മെയ് 22 വരെ ആ വകുപ്പുകൾ വഹിച്ചു. 2004 പൊതു തെരഞ്ഞെടുപ്പിൽ BJP TMC സഖ്യം ഫലമുണ്ടാക്കിയില്ല. പക്ഷെ മമത വീണ്ടും MP ആയി ലോക്സഭയിലെത്തി. അക്കാലത്താണ് പ്രകോപനപരമായ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ മര്യാദകളേക്കാൾ പോരാട്ട വീര്യം പുറത്തെടുക്കുന്ന മമതയെ കണ്ട മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. 2005 ഓഗസ്റ്റ് 4 പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്നും അത് ചർച്ച ചെയ്യണമെന്നും മമത ആവശ്യപ്പെട്ടു. സ്പീക്കർ പക്ഷേ അനുമതി നൽകിയില്ല. ഇതോടെ MP സ്ഥാനത്തു നിന്നുള്ള രാജിപത്രിക മമത ഡെപ്യൂട്ടി സ്പീക്കർക്ക് നേരെ എറിഞ്ഞു. ഇതേ വർഷം വലിയൊരു തിരിച്ചടിയും മമതയ്ക്ക് നേരിട്ടു. സിറ്റിംഗ് മേയർ സുഭദ്ര മുഖർജി പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. മുതിർന്ന TMC നേതാവായിരുന്ന അദ്ദേഹത്തിന് പാർട്ടിയിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്ന് തോന്നിയായിരുന്നു രാജി. എന്തായാലും 2006 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതയുടെ പാർട്ടി തോറ്റു. സിംഗൂരിലെ ഭൂമി ഏറ്റെടുക്കലിനെതിരെയും നന്ദിഗ്രാമിലെ കെമിക്കൽ ഹബിനെതിരെയും നടത്തിയ സമരങ്ങൾ അതാണ് മമതയെ ബംഗാൾ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രസ്ഥാനത്തേക്ക് എത്തിച്ചത്. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാറായ നാനോ നിർമ്മിക്കുന്നതിനായി ടാറ്റോ മോട്ടോഴ്സിന് വേണ്ടി പശ്ചിമ ബംഗാളിലെ ഇടതുപക്ഷ സർക്കാർ സിംഗൂരിൽ ഏകദേശം 1000 ഏക്കർ കൃഷിഭൂമി ഏറ്റെടുത്തു. ഇത് ബംഗാളിന്റെ വ്യവസായ പുനർജന്മമാണെന്നായിരുന്നു സർക്കാരിന്റെ അവകാശവാദം. പക്ഷേ ഫലഭൂയിഷ്ഠമായ ഭൂമി ബലമായി പിടിച്ചെടുക്കുന്നതിനെ മമത എതിർത്തു. 2006 ഡിസംബറിൽ കൊൽക്കത്തയുടെ ഹൃദയഭാഗത്ത് മമത 26 ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരം നടത്തി. സാധാരണക്കാരായ കർഷകരും കോർപ്പറേറ്റ് ഭീമനായ ടാറ്റയും തമ്മിലുള്ള പോരാട്ടമായി അവർ ഈ സമരത്തെ ചിത്രീകരിച്ചു. ആഗോള മാധ്യമങ്ങളുടെയും ബുദ്ധിജീവികളുടെയും ശ്രദ്ധ സമരത്തിന് കിട്ടി. ഒടുക്കം സുരക്ഷാ പ്രശ്നങ്ങളും കടുത്ത രാഷ്ട്രീയ എതിർപ്പും കാരണം പോലീസ് സംരക്ഷണത്തിൽ ഒരു ഫാക്ടറി നടത്താൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് രത്തൻ ടാറ്റ പ്ലാന്റ് ഗുജറാത്തിലെ സാനന്ദിലേക്ക് മാറ്റി. സിംഗൂർ സമരം മമതയ്ക്ക് വലിയ രാഷ്ട്രീയ വിജയം നൽകി. പക്ഷേ മമതയെ അത് വ്യവസായ വിരുദ്ധയുമാക്കി. ബംഗാളിന് ലഭിക്കേണ്ട സാമ്പത്തിക അവസരവും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുത്തിയെന്ന് വിമർശനമുയർന്നു. നന്ദിഗ്രാമിൽ കെമിക്കൽ ഹബ് സ്ഥാപിക്കാനാണ് ഇടതുപക്ഷ സർക്കാർ വലിയ തോതിൽ കൃഷിഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ഇതിനായി സർക്കാർ നടപ്പിലാക്കിയ ഭൂമി ഏറ്റെടുക്കൽ നയത്തിനെതിരെ കർഷകർക്കിടയിൽ രൂപപ്പെട്ട പ്രതിഷേധം പിന്നീട് വലിയൊരു സമരമായി. ഗ്രാമീണ പ്രക്ഷോഭങ്ങളെ TMC ഏറ്റെടുത്ത് നയിച്ചു. നന്ദിഗ്രാമിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മമത അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും കേന്ദ്രമന്ത്രി ശിവരാജ് പട്ടേലിനും കത്തുകൾ എഴുതി. ഇത് CPIM പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാന സ്പോൺസർ ചെയ്ത അക്രമമെന്നാണ് വിശേഷിപ്പിച്ചത്. സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും സമരം ബംഗാളിലെ ജനവികാരം ഇടതുപക്ഷത്തിനെതിരാക്കി. മമതയ്ക്കാണെങ്കിൽ ബംഗാളിന്റെ മകൾ എന്ന പ്രതിച്ഛായ വർദ്ധിച്ചു. കർഷകരുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടായി. TMCയുടെ രാഷ്ട്രീയ യാത്രയുടെ തുടക്കം കുറിച്ച ഇടമായി നന്ദിഗ്രാം. ഈ അടുപ്പം കാരണം തന്റെ പരമ്പരാഗത മണ്ഡലമായ ഭവാനിപ്പൂർ ഉപേക്ഷിച്ച് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമത അവിടെ മത്സരിക്കാനായി. 2009 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരുടെ പാർട്ടി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസുമായി സഖ്യമുണ്ടാക്കിയിരുന്നു. വിജയിച്ച ശേഷം മമത വീണ്ടും കേന്ദ്ര റെയിൽവേ മന്ത്രിയായി. വലിയ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന നിരവധി നോൺ സ്റ്റോപ്പ് ദുരന്തോ എക്സ്പ്രസ് ട്രെയിനുകളും സ്ത്രീകൾക്ക് മാത്രമുള്ള ട്രെയിനുകളടക്കം നിരവധി പാസഞ്ചർ ട്രെയിനുകളും അവതരിപ്പിച്ചു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് സിംഗൂരും നന്ദിഗ്രാമും ഇടതുപക്ഷത്തിന്റെ പ്രതിച്ഛായ തകർത്തതോടെ പശ്ചിമ ബംഗാളിലെ 34 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിച്ച് മമതാ ബാനർജി അധികാരത്തിലെത്തി. പശ്ചിമ ബംഗാളിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി. അധികാരമേറ്റയുടനെ അവർ സിംഗൂരിലെ 400 ഏക്കർ ഭൂമി കർഷകർക്ക് തിരികെ നൽകി. ഗൂർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിച്ചു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. സംസ്ഥാനത്തെ ക്രമസമാധാന നില മെച്ചപ്പെടുത്താൻ പോലീസ് കമ്മീഷണറേറ്റുകൾ തുടങ്ങി.
കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷന്റെ മുഴുവൻ പ്രദേശങ്ങളും കൊൽക്കത്ത പോലീസിന്റെ നിയന്ത്രണത്തിലാക്കി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി കന്യാശ്രീ, സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ലക്ഷ്മിർ ഭണ്ഡാർ, വിദ്യാർത്ഥികൾക്കായുള്ള ക്രെഡിറ്റ് കാർഡ് പദ്ധതി തുടങ്ങിയവ നടപ്പിലാക്കി. അധികാരത്തിന്റെ ഉന്നതിയിലും തന്റെ തറവാട് വീട്ടിൽ താമസിച്ച് ലളിതമായ കോട്ടൺ സാരിയും ഹവായ് ചെരുപ്പും ധരിച്ചുള്ള അവരുടെ ജീവിതശൈലി സാധാരണക്കാർക്കിടയിൽ അവരെ ഭീതിയാക്കി. 2012 സെപ്റ്റംബറിൽ മമത ബംഗാളിന്റെ മുഖ്യമന്ത്രി മാത്രമല്ലായിരുന്നു, കേന്ദ്രത്തിലെ UPA രണ്ടാം മുന്നണി സർക്കാരിലെ നിർണായക ഘടകമായിരുന്നു. എന്നാൽ മൾട്ടി ബ്രാൻഡ് റീറ്റെയിലിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കുമെന്നും ഡീസൽ വില വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രം പ്രഖ്യാപിച്ചപ്പോൾ മമത ധർണ നടത്തി. ഒരു മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന അവർ സ്വന്തം മുന്നണിയുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന അനുയായികളോടൊപ്പം ചേർന്നു. കേന്ദ്രം വഴങ്ങാതിരുന്നപ്പോൾ TMCയെ UPA മുന്നണിയിൽ നിന്ന് പൂർണ്ണമായും പിൻവലിച്ചു. സർക്കാർ തകർച്ചയുടെ വക്കോളമെത്തി. പക്ഷേ മമതയ്ക്ക് ഈ നഷ്ടങ്ങൾ രാഷ്ട്രീയ തത്വങ്ങളെ അപേക്ഷിച്ച് രണ്ടാം സ്ഥാനത്തായിരുന്നു. 2016 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ പാർട്ടി 293 സീറ്റുകളിൽ 211 നേടി. രണ്ടാം തവണയും പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി. 294 സീറ്റുകളിലും നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്നു, മറ്റാർക്കുമല്ല. തെരഞ്ഞെടുപ്പ് റാലിയിൽ അവർ പറഞ്ഞത് സത്യമായിരുന്നു. ഓരോ വ്യക്തികൾക്കല്ല, മമതയ്ക്കായിരുന്നു ജനങ്ങൾ വോട്ട് ചെയ്തത്. 211 സീറ്റുകൾ നേടി 2021 വിജയം ആവർത്തിച്ചു. 2021 മെയ് 5 മുഖ്യമന്ത്രി പദത്തിലേക്ക് മൂന്നാം തവണ. രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ നേരിട്ട് പൊരുതുന്നതാണ് മമതയുടെ രീതി. ഏറ്റുമുട്ടാൻ ഇഷ്ടമാണ്, പോരാട്ടം മറ്റൊരാളെ ഏൽപ്പിക്കില്ല. രാഷ്ട്രീയ അപകടമുണ്ടാകുമ്പോൾ സാധ്യതകൾ ആലോചിക്കുകയോ ഫോക്കസ് ഗ്രൂപ്പുകളുമായി കൂടിയാലോചിക്കുകയോ ചെയ്യില്ല. എല്ലാം സ്വന്തം തീരുമാനങ്ങളും നിലപാടുകളുമാണ്. 2026 ഫെബ്രുവരി 4 മുഖ്യമന്ത്രി തന്നെ വക്കീൽ കുപ്പായം അണിഞ്ഞ് സംസ്ഥാനത്തിന് വേണ്ടി വാദിക്കാനെത്തിയത് അതിലൊരു ഉദാഹരണം മാത്രമാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും SIRനെയും വെല്ലുവിളിച്ച് സുപ്രീം കോടതിയിൽ നേരിട്ട് അവർ ഹാജരായി. ഒരു മുഖ്യമന്ത്രി തങ്ങളുടെ സംസ്ഥാനത്തിന്റെ കേസ് നേരിട്ട് പരമോന്നത കോടതിയിൽ വാദിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. രാഷ്ട്രീയമായി അഭൂതപൂർവമായ സംഭവം. പ്രതിപക്ഷ നേതാക്കൾ വിലകുറഞ്ഞ നാടകമായി ഇതിനെ പരിഹസിച്ചു. പക്ഷേ എന്ത് പ്രശ്നത്തിനു മുന്നിലും പോരാടാനിറങ്ങുന്ന മമതയുടെ സ്വഭാവം അറിയാവുന്നവർക്ക് ഇതൊരു സാധാരണ സംഭവമായി. 2026 ജനുവരിയിൽ IPSC നേതാവ് പ്രതീക് ജെയിനിന്റെ കൊൽക്കത്തയിലെ വീട്ടിൽ ED നടത്തിയ റെയ്ഡിലും സമാന സംഭവമുണ്ടായി. കൽക്കരി കുംഭകോണ പണം TMCയുടെ ഗോവ പ്രചാരണത്തിനായി ഉപയോഗിച്ചുവെന്നായിരുന്നു ED ആരോപണം. റെയ്ഡിനിടെ മമത സംഭവ സ്ഥലത്തേക്ക് എത്തി. 2026 തന്റെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ED മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചു. തങ്ങളുടെ പദ്ധതികൾ പിടിച്ചെടുക്കുകയാണോ അവരുടെ ജോലിയെന്ന് ആക്രോശിച്ചു. മമത രേഖകളും ഉപകരണങ്ങളും കൈക്കലാക്കിയെന്ന് ആരോപിച്ച് ED കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു. 70 വയസ്സുള്ള ഒരു സ്ത്രീ ഫെഡറൽ അന്വേഷകരെ നേരിട്ട രീതി വിചിത്രമായിരുന്നു. അഴിമതി അന്വേഷണത്തെ വ്യക്തിപരമായ രക്തസാക്ഷിത്വത്തിന്റെ കഥയാക്കി അവർ മാറ്റി. അതിനെയും ഉപയോഗപ്പെടുത്തി. പ്രൊഫസറെ കുറിച്ചുള്ള നിരുപദ്രവകരമായ തമാശ ഇമെയിൽ വഴി ഫോർവേഡ് ചെയ്തയാളെ ജയിലിലടച്ചു. തനിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ച ദരിദ്ര കർഷകനെ മാവോയിസ്റ്റ് എന്ന് മുദ്ര കുത്തി. സഹപ്രവർത്തകരുടെ തെറ്റുകൾക്ക് നേരെ കണ്ണടച്ചു. അങ്ങനെ വിമർശനങ്ങളും ഒരുപാടുണ്ട് മമതയ്ക്ക് നേരെ. നാരദ നടത്തിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഉന്നത TMC നേതാക്കൾ പണം സ്വീകരിക്കുന്നത് കണ്ടെത്തിയപ്പോഴും അവർക്കെതിരെ മമത നടപടിയെടുത്തില്ല. ലക്ഷക്കണക്കിന് നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപ തട്ടിയ ശാരദ ചിട്ടി തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ജയിലിലായ മുൻ കായിക മന്ത്രി മദൻ മിത്രയ്ക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മമത പാർട്ടി ടിക്കറ്റ് നൽകി. എല്ലാ കാര്യങ്ങളിലും നേരിട്ടിടപെടുന്ന മമതയുടെ ശൈലിയും ചിലപ്പോൾ വിനയായി. 2024 RG കൗർ മെഡിക്കൽ കോളേജിലുണ്ടായ ബലാത്സംഗ കേസിൽ അന്വേഷണം നേരിട്ട് നിയന്ത്രിക്കാനുള്ള അവരുടെ ശ്രമം പൊതുജന പ്രതിഷേധം മമതയ്ക്ക് നേരെ തീരാൻ കാരണമായി. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സഹാനുഭൂതിയുള്ള നേതാവ് എന്ന മമതയുടെ ഇമേജിന് കോട്ടമുണ്ടാക്കി. അഭിപ്രായ ഭിന്നത അടിച്ചമർത്തൽ, ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയം, കേന്ദ്ര അന്വേഷണം, നീതിന്യായ അധികാരികളുമായുള്ള നിരന്തരമായ ഏറ്റുമുട്ടൽ, കൽക്കരി കുംഭകോടികൾ പോലുള്ള അഴിമതി, അങ്ങനെ മമതയ്ക്കെതിരെ ആരോപണങ്ങൾ ഒരുപാടുണ്ട്. നാലാം തവണയും മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട മമതയ്ക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയേറ്റു. 206 സീറ്റുകൾ നേടി BJP അധികാരത്തിലേറി. TMC നേടിയത് വെറും 80 സീറ്റുകൾ. സ്വന്തം ശക്തി കേന്ദ്രമായ ഭവാനിപ്പൂരിൽ മുൻ സഹായിയും BJP നേതാവുമായ സുവേന്ദു അധികാരിയോട് മമത ദയനീയമായി പരാജയപ്പെട്ടു.
പിന്നാലെ 58 തൃണമൂൽ MLA-മാർ അടങ്ങിയ ഒരു വിമത വിഭാഗം പാർട്ടി വിട്ട് ഒരു പ്രത്യേക നിയമസഭാ ബ്ലോക്ക് രൂപീകരിച്ചു. പുറത്താക്കപ്പെട്ട നേതാവ് റിതാബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി നിയമിച്ചു. ഈ MLA-മാർ ബാനർജി കുടുംബത്തിന്റെ കടുത്ത നിയന്ത്രണത്തിനെതിരെ തുറന്ന കലാപം തുടങ്ങി. പ്രത്യേകിച്ച് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയും മമതയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജിയുടെ അധികാരത്തിനും വളർച്ചയ്ക്കുമെത്തി. 15 വർഷത്തെ ഭരണവിരുദ്ധ വികാരം, അഴിമതി ആരോപണങ്ങൾ, തൊഴിലില്ലായ്മ, വോട്ടർ പട്ടികയിൽ നിന്നും ലക്ഷക്കണക്കിന് വോട്ടർമാരെ ഒഴിവാക്കിയതിനെതിരെയുള്ള ജനരോഷം എന്നിവയെല്ലാം തോൽവിക്ക് കാരണമായി. എല്ലാ തീരുമാനങ്ങളും മമതയിൽ സ്വീകരിക്കുന്ന ഭരണശൈലിയെ പരാജയങ്ങളുടെ ഉത്തരവാദിത്വവും അവരുടെ മേൽ മാത്രം വരാൻ കാരണമായി. ബംഗാളിയിലും ഇംഗ്ലീഷിലുമായി 100-ലധികം പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് മമത. നിരവധി ഗാനങ്ങളും കവിതകളും രചിച്ചിട്ടുണ്ട്. അവയിൽ പലതും ബംഗാളിന്റെ സാംസ്കാരിക പൈതൃകമായി ബന്ധമുള്ളത്. മികച്ച ചിത്രകാരി കൂടിയായിരുന്നു അവർ. കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കുകയും സാമൂഹിക ആവശ്യങ്ങൾക്ക് ഫണ്ടിനായി വിൽപ്പനയും നടത്താറുണ്ട്. ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ ടൈം മാഗസിന്റെ പട്ടികയിലും നിരവധി തവണ ഇവർ ഇടം നേടി.